ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടൈം വിത്ത് എൻ ബി. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ബീച്ച് പോയിട്ടുള്ള വീഡിയോ ആണ്. ഞങ്ങളിവിടെ അടുത്തുള്ള ജർഫ് ബീച്ചിലാണ് പോയത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ. ഞങ്ങളെ റൂമിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ഡ്രൈവിംഗ് ഉണ്ട് കേട്ടോ ജർഫ് ബീച്ചിലേക്ക്. അപ്പം ഞങ്ങൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലാണ് അസ്തമയം കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പോണ വഴിക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. റോഡിൽ നല്ല നമുക്ക് സുഖമായിട്ട് തന്നെ പോകാൻ പറ്റി. ഇതാണ് കേട്ടോ ബീച്ചിൻ്റെ എൻട്രൻസ്. ബീച്ചിൻ്റെ എൻട്രൻസ് തൊട്ടിട്ട് ബീച്ച് വരെ അവർ നല്ല മരങ്ങളും മറ്റുള്ള ഡെക്കറേറ്റീവ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നന്നായി അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോഴേക്ക് തന്നെ നമ്മളെ ഒരു പ്രത്യേക ഫീലാണ് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ബീച്ചിലേക്ക് പോകുന്ന വഴി 2 സൈഡിലും നിറയെ മരങ്ങൾ വെച്ചിട്ടുണ്ട്. ബീച്ചിൻ്റെ അടുത്ത് തന്നെ കുറേ വില്ല പ്രോജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൺസ്ട്രക്ഷൻ വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ബീച്ചിലേക്ക് നടന്നു പോകേണ്ട വഴി. ആ വഴിയും അവർ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പോകുന്ന വഴിയൊക്കെ അവർ സീഷെല്ല് കൊണ്ടുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് കേട്ടോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ബീച്ചിന്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ കഫേ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചായയോ കോഫിയോ അങ്ങനെ എന്താച്ചാൽ വാങ്ങിയിട്ട് അവിടെ ഇരുന്നിട്ട് വൈബ് അടിച്ചിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയും. ഇവിടുത്തെ വെള്ളത്തിന് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കാണുന്ന കടലിലെ വെള്ളം പോലെയല്ല, കുറച്ചും കൂടി നല്ല നീല നിറത്തിൽ ആണ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ എത്തിയ സമയത്ത് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലം നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു സ്പോട്ടാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഇതിനു മുമ്പേ ഒരു ദിവസം രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി കാണാൻ ഇത് വേറൊരു വൈബാണ്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് രാത്രി 8 മണി വരെയുള്ളൂ അവിടേക്കുള്ള എൻട്രി. സീഷോറിൽ നിന്ന് കടലിലേക്ക് ബ്രേക്ക് വാട്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കല്ലുമ്മക്കൂടെയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നടന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ മേലെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നിലത്തുള്ള എല്ലാ കാര്യങ്ങളും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സൺസെറ്റും കണ്ട് തിരിച്ചു പോന്നു.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.